എക്സൈറ്റ്മെന്റ് ആണോ? എനിക്കോ? ഞാൻ എക്സൈറ്റ് ആവുന്നത് വേറെ മൊത്തത്തില് പി ആർ വർക്ക് നല്ല എക്സ്മീ ഡാനി. ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ് ചെയ്യുക. എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരിക. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞല്ലോ. അപ്പം കുറേ പേരൊക്കെ നമ്മുടെ റിവ്യൂ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ട്, കുറേ പേരൊക്കെ അൺസബ് അടിച്ച് പോയവരൊക്കെ ഉണ്ട്. ഓക്കെ, കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കുക. നമ്മൾ ഓരോ റിവ്യൂവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു വ്ളോഗൊക്കെ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം അത് രേഖപ്പെടുത്താൻ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ സിജോൻ്റെ ഒരു ജിഞ്ചർ മീഡിയക്കകത്ത് ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിൻഡോ കപ്പടിച്ചതിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. എനിക്കോ? ഞാൻ എക്സൈറ്റ് ആവുന്നത് വേറെ കപ്പെടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നു? അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും പ്രതീക്ഷയായിരുന്നു കപ്പെടുക്കും എന്നുള്ളതാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മള് പുറത്തോട്ട് ഇറങ്ങിയല്ലോ. ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി കപ്പ് കിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ 5 പേരുടെ കൂട്ടത്തിൽ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറൊരാളെ കാര്യമല്ല പറയാൻ പറ്റുള്ളൂ, എന്റെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിരുന്ന അർജുന്റെ കൂടെയായിരുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ അത്ര സൗഹൃദവും ഞാൻ ഒരു ബ്രദർ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അർജുന്റെ കൂടെ നിന്നിരുന്നത്. പിന്നെ കപ്പൊരാക്കല്ലേ കിട്ടുള്ളൂ. പിന്നെ നമ്മളതിനകത്ത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് എക്സൈറ്റഡ് ആവുന്നത്. കാരണം ഞാൻ ഇവിടെ കയറുമ്പോഴത്തേക്കും എന്നിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ഞാൻ ലാലേട്ടനൊക്കെ പറഞ്ഞു. സിജോയുടെ സംസാരം കേട്ടായിരുന്നു നിങ്ങൾ? ഓക്കെ, അതിനകത്ത് ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അർജുൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ കൂടെ നിന്നു മീൻസ്. പിന്നെ സിജോയുടെ പി ആർ മീൻസ് സിജോയുടെ ഫാൻസുകാർ കുറേയൊക്കെ വോട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, സിജോയെ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് പി ആറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അതിലോട്ട് നമുക്ക് പിന്നെ അർജുൻ്റെ കാര്യം പറഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ, കാരണം അതുപോലെ ഡീഗ്രേഡ് ചെയ്തായിരുന്നു. പിന്നെ ഈ കപ്പിൻ്റെ കാര്യം സംസാരിച്ചായിരുന്നു കേട്ടോ, ജിൻഡോയ്ക്ക് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാനിപ്പോൾ വോയിസ് ക്ലിപ്പ് പോലെ കണ്ടേക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷനും സംസാരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ് ചോദിച്ചിട്ട് വരും. സീരിയസ്ലി പറഞ്ഞാൽ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ. ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അവനൊരു എന്താ പറയണ്ടേ, ഒന്നാമത് കാണുന്ന നല്ല ഹാൻഡ്സമാണ്, യങ്ങാണ്. അപ്പൊ ഒരുപാട് പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് ആൺകുട്ടികളാണെങ്കിൽ മോഡലാണ് അവൻ. അപ്പം ആ രീതിയിൽ ഒരുപാട് ആൾക്കാർ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഇത് ജെന്റിൽമാൻ പേഴ്സൺ ആയിട്ടാണ് അവനോട് നിന്നിട്ടുള്ളത്. അപ്പൊ പല ആൾക്കാർ പലവിധമല്ലേ. അപ്പൊ ഒരു ജെന്റിൽമാൻ രീതിയിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാളോട് ഇഷ്ടം തോന്നാം. ആ രീതിയിലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി വരാൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകൾക്കൊക്കെ എന്തെങ്കിലും പറയാം. ഒരുപാട് കാര്യങ്ങളൊക്കെ പി ആർ കൊടുക്കണം, നന്നായിട്ട് പി ആർ കൊടുക്കണം, ശക്തമായിട്ട് പി ആർ കൊടുക്കണം. അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അർജുൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ, ജെന്റിൽമാനാണ്, അങ്ങനെയാണ് മറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. പിന്നെ എന്താ പറയണ്ടേ, ആ ഷോയിൽ ഞാൻ ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 2-3 ആഴ്ച അർജുനെ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ശരിക്കും എൻ്റെ രീതി കൊണ്ട് ഒരുത്തന്നെ ഈ 3 ആഴ്ച കൊണ്ട് ഇല്ലാത്ത കഥകളും ആവശ്യമില്ലാത്ത കേട്ടിലും പഴയതും കുത്തിപ്പൊക്കി വരേണ്ട ആവശ്യമില്ല. ഞാൻ ആ സമയത്ത് അർജുൻ്റെ ഒരുപാട് മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല മുട്ടത്തോക്ക വലിച്ചെറിയാൻ അർജുൻ പറഞ്ഞിട്ടുള്ളതും, പിന്നെ ശ്രീധുവിനോടും മറ്റുള്ളവരോടൊക്കെ ഇല്ല ജിൻഡുവിനെ പറ്റി നനഞ്ഞേൻ്റെ ഒരു കഥ പറഞ്ഞതും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഈ അവസാന നിമിഷത്തിൽ വന്നിട്ട് നെഗറ്റീവ് വാരിക്കൂരി എല്ലാവരും വിട്ടതാണ്. ഞാൻ കട്ടയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു, ഒരു ജിൻഡോ ഫാനായിട്ട് നേരെ. അപ്പം എനിക്ക് എതിരെയും കുറേ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷോയില്ല ജെന്റിൽമാനോ അതോ ഇതൊന്നുമല്ല, ഇവിടെ ഗെയിം കളിക്കണം, പിന്നെ ജനങ്ങൾ തീരുമാനിക്കണം. അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ജിൻഡോ, സെക്കൻഡ് അർജുൻ. പിന്നെ പി ആർ വർക്ക്, അതിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട് സിജോ. ഈ പി ആർ വർക്കിൻ്റെ കാര്യം സിജോ എടുത്തു പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഷോ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് സിജോയ്ക്കായിരുന്നു ഇവിടെ ആർമിയുടെ മൊത്തം പേജ് ഉണ്ടാക്കി വെച്ചത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ തന്നെ അതുപോലെ ഒരു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ കളിക്കാനാണ് പുള്ളി നോക്കിയത് ശരിക്കും. ഈ ഇടയ്ക്ക് നോറയുടെ ഒക്കെ പറയുന്നില്ല, ഈ ആഴ്ച നീ പോവും, ആ ആഴ്ച എല്ലാം ഒരു ഡോക്ടറിൻ്റെ ഒരു കോപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതൊന്നും നോക്കി വന്നതാണ്. പിന്നെ നമ്മുടെ റോക്കി ആയിട്ടുള്ള ഇഷ്യൂ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം തിരിച്ചു വന്ന സമയത്തെ കാര്യങ്ങളും പുള്ളി കാട്ടുതീ എന്ന് പറഞ്ഞതും അതാണ് മെയിനായിട്ട് ട്രോളാൻ തുടങ്ങിയത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഇയാളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വോയിസാണ്, ഞാൻ ഈ വീഡിയോ ഇട്ട് വരുമ്പോൾ ചിലവർക്ക് അത് മനസ്സിലാവും. അപ്പം അതിനകത്ത് ജിഞ്ചർ മീഡിയക്കകത്തൊന്നും ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ജിൻഡോനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അവസാന നിമിഷത്തിലാണ് ഈ അർജുൻ ഇത്രയും മോശമാക്കിയത്. ഇപ്പം ജിൻഡോ ഫാൻസ് പോലും കുറേ ആൾക്കാർ ഇന്ന പോലെ അർജുൻ എനിക്കറിയാമെന്ന് അവർ പേഴ്സണലി പറഞ്ഞ് ഇവിടെ ഔട്ട് ഞങ്ങൾ കൊടുക്കും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അതാണ് മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും മാറാം അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ ഓരോരുത്തരുടെ. പിന്നെ ഈ PR വർക്കിൻ്റെ കാര്യം മഹാൻ ഇത്ര നേരം പറയുന്നതിൽ എനിക്ക് ഒട്ടും തോന്നില്ല. PR ഉസ്താദ് കളിച്ചത് പുള്ളി തന്നെയാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. കാരണം എത്ര ആർമി ഗ്രൂപ്പാണ് പുള്ളിക്കുള്ളത്, അത് മാറ്റി അർജുൻ്റെ ആക്കി. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിൻ്റെ അത് നല്ല, അതൊക്കെ പുള്ളിയുടെ ഓരോ രീതികളും കാര്യങ്ങളും. പിന്നെ നോറ പറയുന്നുണ്ട്, നമുക്ക് അതിലോട്ട് പോവാം. സംസാരിക്കുന്നൊന്ന് കേട്ട് നോക്കാം. PR വർക്ക് നല്ലപോലെ നടന്നു. പറഞ്ഞെന്ന് വെച്ചാൽ മൊത്തത്തിൽ PR വർക്ക് നല്ലപോലെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. നോറയ്ക്ക് PR ഉണ്ടോ? ഇല്ല. പക്ഷെ നോറ ഒറ്റയ്ക്ക് കളിച്ചാട്ടോ ഇവിടം വരെ വന്നേ. ടോപ്പ് 6 അല്ലെങ്കിൽ 5 കയറാൻ നോറയും ഇതായിരുന്നു. ശ്രീധുവിനേക്കാൾ എത്രയും ഭേദമാണ് നോറ. അത് വേറെ കാര്യം. പിന്നെ PR വർക്കിൻ്റെ കാര്യം ഇവിടെ ആരും പറയാതിരിക്കുക, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരാൾ വിന്നർ ആവാൻ ഇതുണ്ടെങ്കിൽ ഇവിടുത്തെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അലക്കി വെളുപ്പിക്കാൻ കുറേ അവന്മാരുണ്ട്. നാണമില്ലാതെ തോന്നിയ ദിവസം വിളിച്ച് പറയാൻ പലമാരുമുണ്ട്. പക്ഷെ നോറ പിന്നെ അതിനുശേഷം അർജുനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ കേട്ടു നോക്കാം നമുക്ക്. മനസ്സിൽ ആരായിരിക്കും ജയിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നോറയുടെ മറുപടി കേൾക്കാം. എനിക്ക് തോന്നുന്നു അർജുന്റെ ഒരു ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ അത് സിനിമയിലേക്ക് പോകണമെന്നായിരുന്നു. അപ്പം ഈവൻ സെക്കൻഡ് ആയിട്ട് പോലും അവന്റെ ഡ്രീമിലേക്കുള്ള ആ ഒരു ഇത് നമുക്ക് കിട്ടിയപ്പോൾ അവൻ വിന്നർ ആയപ്പോ, ലൈഫിൽ അവൻ വിന്നർ ആയ പോലെ എനിക്ക് തോന്നി. കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ലൈഫിൽ അവൻ വിന്നറായി. സിനിമ എന്ന് പറഞ്ഞൊരു കിട്ടുന്ന വലിയ കാര്യമാണോ? ഒരു ചെറിയ കാര്യമാണോ? അല്ലല്ലോ, അതൊക്കെ ഒരു ഭാഗ്യം തന്നെ. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അത് ഇഷ്ടപ്പെട്ട്, എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയ്ക്ക് എനിക്ക് 1000 സബ് കയറിയിട്ടുണ്ടായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവർ അത്രയും സബ് ചെയ്തെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്ന് പറയുന്ന പോലെ സിനിമയിലൊക്കെ എന്ന് വെച്ചാൽ ഒരു സ്വപ്നമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു പൈക്കൻ ഈശോ അവൻ ഇവിടെ വന്നിട്ട് ഇത്രയും അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. ആ മനുഷ്യനെ പറയാൻ അങ്ങേയറ്റം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞ് മോശമാക്കി അവസാനം അവനെ കുറ്റം പറഞ്ഞ വീഡിയോ മുക്കി അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ആയത്. അതിൽ നിന്ന് കിട്ടേണ്ട റവന്യൂയും കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ രാമനാരായണ എന്ന് പറയുന്ന കുറേ ടീംസുകാരുണ്ട്. ഇപ്പം മെയിനായിട്ട് നമ്മൾ സംസാരിച്ചു വന്നു വെച്ചാൽ PR വർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പോയിട്ടുണ്ട്, എല്ലാവർക്കും. അപ്പം ഇതിലെ സിജോയുടെ സംസാരം ഇച്ചിരി ഇതൊക്കെ ഇട്ട് എനിക്ക് അങ്ങോട്ട് ഇതായിട്ടില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മാമൻ വന്നിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എയർപോർട്ടിൽ. ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്ന ഇതാണ്, അവൻ ഡിസർവ് ആയിരുന്നല്ലോ, അവനെ ഇത് ഇപ്പം തന്നെ വോട്ടിങ് കള്ളവാണെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചായിരുന്നു. ഇന്നലെ തന്നെ എല്ലാത്തിൻ്റെ കൊടുത്തിട്ടുണ്ടല്ലോ ബിഗ് ബോസ് കറക്റ്റ് സഹിതം. അല്ലെങ്കിൽ ഇനി അത് ഞാൻ പിന്നെ ഒരുപാട് കഥകളുണ്ട് ഇതിൻ്റെ ഇടയിൽ. പലവന്മാരെ അടപ്പ് തെറിയിക്കുന്നതിൻ്റെ തെളിവ് വരെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വന്നതുകൊണ്ട് ഞാൻ അതുമായിട്ടൊരു വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ചെയ്യാം.